അതാണ് ചിരിക്കുട്ടിയാണ്. ആഹാ, സൂപ്പർ ഉടുപ്പ്, കാലക്കി. നല്ല ഭംഗി കാണാനത്. നല്ല വിശേഷം. നിങ്ങളുടെയൊക്കെ പാട്ട് വീണ്ടും കേൾക്കാൻ വേണ്ടി എത്തിരിക്കുകയാണ്. കേട്ടിട്ട് മതിയായിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ബ്രേക്കിന് പോയപ്പോ എന്റെ മാമന് കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടിയുടെ പേരിട്ട് ചടങ്ങിന് പോയേക്കുണ്ടായിരുന്നു. എന്താ പേരിട്ട്? അഥർവ് ജെ നായർ. അഥർവ് ജെ നായർ. സൂപ്പർ പേരാണ്. താങ്ക് യു. എല്ലാത്തിനും ഒരു ചിരിയുണ്ട്. ഒരു ചിരിയുണ്ടേ അറ്റത്ത്. പേരിട്ടത് ആവണെ കുട്ടിയാണോ? അല്ല. പിന്നെന്തിനാ താങ്ക് യു പറഞ്ഞു? അവർക്ക് ഞാൻ താങ്ക് യു. അതാ ഒരു എക്സൈറ്റ്മെന്റില്. ഓക്കെ. അപ്പൊ വീട്ടില് അഥർവെന്ന് തന്നെ വിളിക്കോ? ഇല്ല, ഞാൻ എന്താ വിളിക്കാന്ന് തീരുമാനിച്ചില്ല. ചിലപ്പോ ആദൂട്ടൻ അങ്ങനെ എന്തെങ്കിലും. ആദൂട്ടൻ. ഞാൻ അതൂട്ടൻ എന്നാ വിളിക്കുക. ഏറ്റവും ചെറിയ ആള് ഞങ്ങളുടെ അതൂട്ടനാണ്. അപ്പൊ അങ്ങനെ വിളിക്കും. ഈ ഉടുപ്പ് എവിടെന്നാ? ഇത് തൃപ്പൂണിത്തറ, നമ്മ ഊര്. മധുവങ്ങളുടെ ഏരിയ. വെറുതെ അല്ല, ഇത്ര ഭംഗിയാണ്. എത്ര നല്ല കടയുണ്ടാവും. എന്തിനാണ് പോണേ? ഉണ്ണിച്ചേട്ടൻ ഇത്ര നാള് കഴിഞ്ഞിട്ടല്ലേ കണ്ടത്? എന്ത് തോന്നുന്നു? സന്തോഷം. പക്ഷെ ആര് ചേച്ചി ഇല്ലാത്തോണ്ട് ചെറിയ സങ്കടമുണ്ട്. ആണോ? ഹരി ചേച്ചി ഇല്ലാത്തോണ്ട് കുറച്ച് സങ്കടമുണ്ട്. ഉണ്ണിയങ്ങൾ തിരിച്ചു വന്നതിൽ നല്ല സന്തോഷമുണ്ട്. തെയ്യം ഉണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ പാട്ടില്? അതെങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. എനിക്ക് ശരിക്കും തെയ്യത്തിനെ പേടിയായിരുന്നു. പക്ഷെ അന്ന് വന്നപ്പോ ആ ചേട്ടനോട് സംസാരിച്ച തെയ്യത്തിനോടുള്ള പേടി എനിക്ക് മാറി. ഇനിയിപ്പോ തെയ്യത്തിന് എപ്പോ വേണമെങ്കിലും നേരിടാൻ റെഡിയാണ്. അടിച്ചില്ലേ? അതേതായിരുന്നു പാട്ട്? മൂന്നാം തൃക്കണ്ണിൽ. മൂന്നാം തൃക്കണ്ണിൽ. അങ്ങനെ ഒരു പാട്ട്. സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ഫാന്റസി ആയിരുന്നു. അതെ, ആ വേഷം ഇട്ടിട്ടും നന്നായിരുന്നു. താങ്ക് യു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് വരുവാൻ ഒരാള് ഇവിടെ വന്നു. ഈ വഴിയിൽ വന്നു. പ്രിയമുള്ള ഒരാൾ. ആരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 1993 ഉണ്ടാക്കിയ ഒരു ഗംഭീര പാട്ടാണ് MG രാധാകൃഷ്ണൻ സാർ. മധു മുട്ടമാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ആൻഡ് KS ചിത്ര പാടിയ ഈ പാട്ട് മണിച്ചിത്രത്താഴിലെയാണ്. ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. എന്റെ ഫേവറേറ്റ് മൂവിയിലെ പാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആവണിക്കുട്ടിയുടെ മാത്രമല്ല പല ജനറേഷൻ. ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അതിപ്പോ 4K ആയിട്ട് വീണ്ടും ഇറക്കിയല്ലോ. മാത്രമല്ല ഏതൊക്കെ ലാംഗ്വേജസിൽ ഇത് വന്നിട്ടുണ്ട്. അത് ഈ ഹിന്ദിയിൽ വന്നിട്ട് അതും ഹിറ്റാണ്. അതെ അല്ലെ? അതിന്റെ രാര എന്നുള്ള പാട്ടുള്ള നമ്മുടെ തമിഴ് സിനിമ അതും ഹിറ്റാണ്. ഇതിന്റെ തമിഴ്, തമിഴ്, കന്നഡ, തെലുങ്ക്, ഇതിൽ 3 വെർഷനിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഫാസിൽ സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ആണ്. അദ്ദേഹം ഈ സിനിമ ഒരുക്കിയിരിക്കുന്ന പറഞ്ഞാൽ അത്ഭുതമാണ്. ആ രീതിയിൽ എപ്പോ കണ്ടാലും ഈ സിനിമ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. മിനുട്ടി പിന്നെ ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ അതെ ഭയങ്കരമായിരുന്നു സിനിമയില്. പിന്നെ L. വൈദ്യനാഥൻ സാറ് ഓർക്കസ്ട്രയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ജോൺ സെറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് കേൾക്കുമ്പോ തന്നെ അല്ലേ? ഒന്നുകൂടി വായിക്കാനോ? ചിലക ഞാൻ തുറക്കട്ടെ. എന്ന് പറഞ്ഞാൽ തബല തിരക്കാണ് കേട്ടോ. മറക്കാൻ പറ്റില്ല അല്ലേ? അല്ല, ഈ ഒരു മൂഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആവണി ഇനിയിപ്പോ പാട്ട് തകർക്കും. ഉറപ്പാണ്. ശരിക്കും ആ മൂഡ് ഉണ്ടാക്കിയില്ലേ? ഇവിടുത്തെ നാഗവല്ലി എന്ന് പറയുന്നത് മധുവാണ് കേട്ടോ. എല്ലാ 3 വർഷങ്ങളിൽ പറന്ന് പാടി. ഈ മലയാളം ഒഴിച്ച് മറ്റുള്ള വെർഷൻസ് ഒക്കെ 6-ാം തമ്പുരാനും കൂടി മിക്സ് ആണ്. ഒരു ഇതിന്റെ മാത്രം കഥയല്ല, 6-ാം തമ്പുരാന്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് അതില്. അതുകൊണ്ടാണ് ഈ തമിഴില് രജനി സാറ് ഈ തബല അല്ല ഹാർമോണിയം വായിച്ചിട്ട് ഇത് പാടും. അത്തിന്തോം തിന്തിയും തൊന്തന തിന്താദീനന്തോം. അത് ഹരിമുള്ളിരവത്തിന്റെ ഭാഗത്താണ് ആ പാട്ട്. അതിന്റെ കന്നഡ വെർഷനില് ഞാൻ പാടി കണ കണദേ ശാരദേ. അത് നമ്മുടെ വിഷ്ണുവർദ്ധൻ സാറ് മൃദംഗം വായിച്ചുകൊണ്ട് പാടുന്നത്.
തെലുങ്കില് സെയിം തന്നെ തമിഴിന്റെ ഡബ് ചെയ്തതാണ്. അതെ, അതില് ഞാൻ പക്ഷെ ഒരു റൊമാൻറ്റിക് സോങ് ആണ് പാടിയത്. രജനി സാറ് നയൻതാര അഭിനയിക്കുന്ന പാട്ട് കൊഞ്ച നേരം തമിഴില്, കൊന്തക്കാലം തെലുങ്കില്. നമുക്ക് കൊന്തക്കാലത്ത് നിന്ന് ഇന്ത കാലത്തിലേക്ക് അത് ഇന്ത കാലത്തേക്ക് പോലാം. All the best. താങ്ക് യു ചേച്ചി, താങ്ക് യു സാർ. വരുവാനില്ലാരുമിങ്ങൊരു നാളും ഈ വഴിക്കറിയാം, അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, എന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ അതിനായി മാത്രമായൊരു നേരം മൃദുമാറി മധുമാസമണയാറുണ്ടല്ലോ. വരുവാനില്ലാരുമീ വിജനമാമിൻ വഴിക്കറിയാം, അതെന്നാലുമെന്നും പടിവാതിലോളം ചെന്നകലത്താ വഴിയാകെ മിഴിപ്പാകി നിൽക്കാറുണ്ടല്ലോ, മിഴിപ്പാകി നിൽക്കാറുണ്ടല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ. വരുമെന്നു ചൊല്ലി പിരിഞ്ഞു പോയെല്ലാരും അറിയാമതെന്നാലുമെന്നും പതിവായി ഞാനെന്റെ പടിവാതിലെന്തിനു പകുതിയെ ചാരാറുള്ളല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുമെന്നു ഞാനിന്നും വെറുതെ മോഹിക്കുമല്ലോ. നിനയാത്ത നേരത്തിൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാൽ ഒരു നാളും പിരിയാത്തിൻ മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നിന്നു, ഇന്നൊരു മാത്ര കൊണ്ടുവന്നിന്നു. കൊതിയോടെ ഓടി ചെന്നകലത്താ വഴിയിലെ ഇരുകണ്ണും നീട്ടുന്ന നേരം വഴി തെറ്റി വന്നാരോ പകുതിക്കു വെച്ചെന്റെ വഴിയെ തിരിച്ചു പോകുന്നു, എന്റെ വഴിയെ തിരിച്ചു പോകുന്നു, എന്റെ വഴിയെ തിരിച്ചു പോകുന്നു. വെരി ഗുഡ് മോളെ. താങ്ക് യു സാർ. സിജു. താങ്ക് യു. ഓക്കെ. താങ്ക് യു സാർ. ആവണി പ്രശാന്ത് കുമാറിന് ഇന്ന് 98 100. താങ്ക് യു.
ഉറച്ചു നിൽക്കുന്നു. അതെ അതെ. ആവണിക്കുട്ട ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. പുതിയ മാർക്കൊക്കെ വാങ്ങണം. ബൈ. ടാറ്റാ.